സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സമയം 9 ആയിട്ടുണ്ട്. മെല്ലിപ്പോഴാണ് എല്ലാവരും ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്വിഗ്ഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിഗ്ഗി ഇങ്ങോട്ട് വരും. പിന്നെ ഇന്നലെ നമ്മൾ റെൻ്റ് എടുത്ത ബൈക്കില്ലേ, ആ ബൈക്ക് ഇന്ന് ആക്ച്വലി 9 മണിയാകുമ്പോൾ കൊടുക്കണം. ഇന്നലെ വൈകുന്നേരം വിളിച്ച് ഞങ്ങളുടെ കണക്ക് പ്രകാരം 24 hours ആയിരുന്നു. പക്ഷേ 24 hours അവർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ പ്രകാരം നിങ്ങൾ ഇന്നലെ എന്നെടുത്താലും അടുത്ത ദിവസം മോർണിംഗ് 9 ആകുമ്പോൾ കൊടുക്കണം. സപ്പോസ് നമ്മൾ 2 ഡേയ്സിന് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മോർണിംഗ് 9 ആകുമ്പോൾ കൊടുക്കണം. നമ്മൾ ഇന്നലെ വൈകുന്നേരം എടുത്താലും എപ്പോൾ എടുത്താലും ശരി അടുത്ത ദിവസം മോർണിംഗ് 9 കൊടുക്കണം. ഞങ്ങൾക്ക് അപ്പോൾ ഇച്ചിരി നഷ്ടമാണ്. എന്നാലും പോട്ടെ, നമ്മൾ പെട്രോൾ അടിച്ചെങ്കിലും ഇതാക്കണം പറഞ്ഞാൽ അവർ പോയിട്ടുണ്ട്. ഇനി അവരത് പോയി കൊണ്ടുവരും. ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് വരും, നമ്മുടെ ഫുഡ് വരും. ഫുഡ് വന്ന് ഇന്ന് നമ്മുടെ അന്ന് ഡ്രൈവർ ചേട്ടൻ പിക്ക് ചെയ്യാൻ വന്നില്ലേ, ആ ചേട്ടൻ്റെ അടുത്ത് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇന്ന് വന്നിട്ട് നമ്മൾ ഫുൾ നോർത്ത് ഗോവ മൊത്തം കൊണ്ടുപോയി കാണിക്കും. ചേട്ടൻ 2400 കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ പാർക്കിങ്ങും എല്ലാത്തിനും ചാർജൊക്കെ ചേട്ടൻ എടുത്തോളും. എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് എല്ലാ സ്ഥലവും ചേട്ടൻ തന്നെ കാണിച്ചു തരും. വെയിൽ രക്ഷയില്ല. പിന്നെ എല്ലാവർക്കും കുറച്ച് ടയർഡാണ്. അച്ഛനൊന്നും വയ്യ, കാർ ഓടിക്കാനൊന്നും വയ്യ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനെ വിളിക്കാം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അത് കാണിച്ചു തരാം. ഓ ഫ്രണ്ട്സ്, നമ്മുടെ സ്വിഗ്ഗി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചട്നി, സാമ്പാറാണ്. ചട്നിയാണ് വലിയ പാത്രം, സാമ്പാർ ചെറിയ പാത്രത്തിലാണ്. പിന്നെ ഇത് ഇഡ്ഡലി. ഓ, ഒരു ഇഡ്ഡലിയും ഒരു വടയേ ഉള്ളൂ കേട്ടോ. ഒരു ഇഡ്ഡലി ഒരു വട. ഇത് പമ്മുച്ചേച്ചി പറഞ്ഞ പൊടി ഇഡ്ഡലി. ഇത് മസാല ദോശ. ഇത് ഞാൻ പറഞ്ഞ ഉപ്മാവ്. ഇതാണ് വന്ന സ്വിഗ്ഗിയിൽ നിന്ന്. ഇത് നമുക്ക് നവതാര റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യുന്ന ബാക്കി കാണിച്ചു തരാം. അമ്മൻ്റെ മസാല ദോശ നിങ്ങൾ കാണുന്നത് ഒരു മസാല ദോശ ഉള്ളത്. പിന്നെ അച്ഛൻ്റെ ഇഡ്ഡലി വട കേട്ടോ. എത്ര വടയുണ്ട് ഇഡ്ഡലി? അച്ഛൻ്റെ ഒരു വടയുണ്ട്, ഒറ്റ ഇഡ്ഡലിയാണുള്ളത്. ഇതിന് എത്ര പൈസ? എത്ര? 89 രൂപ. ഓക്കെ. ഈ പമ്പച്ചേച്ചിൻ്റെ പൊടിക്കുന്നുണ്ട്. അത് ശരിക്കും ഇത് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അതോടുകൂടി വെച്ചാൽ മതി. ഇങ്ങനെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റ അല്ല, ഒന്നുണ്ട്. ഇതാ 2 എണ്ണം ഉണ്ട് കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ഒന്നിനാണ് 89. ഇങ്ങനെയാണ് ടോമസ് ബിസ്ക്കറ്റ് ഉണ്ടാവുക. ഇതിന് മനസ്സിലാക്കണം. അത് ഉപ്മാവ്. ഇത് തന്നെ ഉപ്മാവ്. തേങ്ങയൊക്കെ ഇട്ട് ഉപ്മാവ് കേട്ടോ. കണ്ടോ കാണിച്ചല്ലേ ഉപ്മാവ്. ഞാൻ എന്ത് കൂട്ടി കഴിക്കുന്നില്ല. പഞ്ചസാര ഉണ്ട്, ചട്നി ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര. നോ ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കാണുമ്പോൾ ചെറുത് പക്ഷേ വെള്ളിൽ തളിക്കുന്നു. ടേസ്റ്റിൽ തോന്നുന്നു ഉപ്മാവ്. അതിൻ്റെ കമണം വെച്ചിട്ട് കുഴപ്പമില്ലെന്ന് കേട്ടോ. കുഴപ്പമില്ല, അത് ഞാൻ അറിഞ്ഞില്ല. പിടിക്കുന്ന എന്താണത് നോക്കൂ. പൊടി കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? നല്ലതാ? അത് ഒരു എണ്ണേൻ്റെ എന്തൊരു ടേസ്റ്റ് ഉണ്ടോ? പൊടിയും ഇതും കൂടി ഉള്ളത്. ആക്ച്വലി കറി വേണോ? കറി വേണ്ട. കുറച്ച് എരിവ്, അതായത് നിനക്ക് ഉണ്ണിക്കൊക്കെ ഇഷ്ടപ്പെടും. കുറച്ച് എരിവുണ്ട്. നല്ല ഗീ നന്നായിട്ട് നെയ്യ് ഇങ്ങനെ ഒഴിച്ചതാ. ഗീ പൊടി ഇല്ലേ? അപ്പൊ ഗീന്റെ ടേസ്റ്റ് ഉണ്ടോ? ചട്നിയിലെല്ലാം പൊതിനയാണ്. പുതിനേന്റെ ചട്നി. മസാല ദോശ എങ്ങനെയുണ്ട്? ഈ സാമ്പാർ ആരെയും എടുത്തു നോക്കിയോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ടു ഗുഡ് എന്ന് പറയാൻ മാത്രം ഉണ്ടോ? ഇല്ല, പക്ഷെ കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ഓക്കെ.
ഓക്കെ, കാണാതെ ആൾക്കും ഓക്കെ. നമുക്ക് പോവാം. 11 മണിയായിട്ട്. നമ്മൾ ഇന്നലെ 10:30 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 11 മണി. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന സമയത്ത് ഇറങ്ങാൻ ചാൻസ് വളരെ കുറവായതുകൊണ്ട് 11 മണി. एक्चुअली गांव है पूरा, पूरा गांव है. कलंगुड़, बागा, कांदोली, मारपोरा सब गांव है. टूरिज्म प्लेस है. ടൂറിസ്റ്റ് ആയി എന്ന് പറയുന്നത്, സിറ്റി ആയി പോയി എന്ന് പറയുന്നത്. गांव है, पूरा गांव है. पंचायत में आता है पूरा. ഇതൊക്കെ കലംകുട്ട. चर्च है. नहीं चर्च नहीं, कोपेल है. कोपेल है. सो कोपेल बोलते हैं. कोपेल आने कोपेल. चर्च रहता है जो पूरा गांव में एक बड़ा यहीं पर है. കുറെ കണ്ടുപിടിച്ചിട്ട് കുറെ നല്ല टोमेटो ഇവിടെ പറയുന്നത് വെച്ചാൽ മൊത്തം ഈ ചായപ്പും മതം അവരൊക്കെ നടന്നു എന്ന് പറയുന്നത്. അവർ നടന്നു പോകുമ്പോൾ ചുവപ്പ് കളറോ നമ്മൾ നടന്നു പോകുമ്പോൾ കറുപ്പ് കളറോ, അതാണ് അതിൻ്റെ വ്യത്യാസം. വിജയമല്ലിൽ കുറേ പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിലൊരു പ്രോപ്പർട്ടി എപ്പോഴും ഇപ്പം കണ്ട് ചേട്ടൻ പറയുന്നത് എക്കോഡയായിരുന്നു പോർച്ചുഗീസുകാരുടെ പണ്ടത്തെ ജയിൽ എന്നാണ് പറയുന്നത്. ആയിരിക്കും, നമുക്ക് നോക്കാം. അങ്ങോട്ടൊന്നും പോകുന്നത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേ നമുക്കറിയാം. ചേട്ടനെ ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണുന്നുണ്ടോ, സിംഗോറിയം കൺട്രോളിംഗ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ എന്തോ സാധനം. നല്ല തിരക്കുണ്ട്. ഇന്നലെ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നമ്മളിപ്പോൾ ഡോൾഫിനെ കാണാൻ വേണ്ടി പോകണം. ഡോൾഫിനെ കാണാൻ പ്രതീക്ഷ. ഇവിടെ ഡോൾഫിനെ കാണാൻ വേണ്ടി പോവാം. ഡോൾഫിനെ കാണാനറിയില്ല. ട്രിപ്പ് 45 മിനിറ്റാണ്. 45 മിനിറ്റ് ഡോൾഫിൻ ട്രിപ്പ്. അക്കോഡ ജയിൽ, മില്യനർ പാലസ്, ഫോർട്ട് അക്കോഡ. 350 പെർ പേഴ്സൺ ആണ് 45 മിനിറ്റ്സ് ജേണിക്ക്. ദൈവത്തിനറിയാൻ കാണാൻ പറ്റുന്നുണ്ട്. ഏതോ ബോട്ടിൽ കയറിയിട്ട് ഡോൾഫിനെ കാണുന്ന പറയുന്നത്. സമയം 11 മണി. ഡോൾഫിനാണ് എണീറ്റ് വെള്ളത്തിൽ കൂടെ കാണുമെന്ന് നമുക്ക് നോക്കി അറിയാം. 350 രൂപ കൊടുത്തിട്ട് ഒരു ഡോൾഫിനെ പോലും കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഒരു ഡോൾഫിനെങ്കിലും കാണുന്നുള്ള പ്രതീക്ഷയിലാണ്. എങ്കിലും കാണുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവരൊക്കെ കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ജേണി തുടങ്ങുകയാണ്. ജാക്കറ്റ് ഒക്കെ ഇട്ടു എല്ലാവരും ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഡോൾഫിനെ കാണുന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പോവുകയാണ്. ഏതെങ്കിലും ഒരു ഡോൾഫിനെങ്കിലും കാണുന്നതായിരിക്കും. ഒരു 45 മിനിറ്റ് ഡ്രൈവാണ്. സോ ഐ ഗെസ് നമ്മൾ ഒന്നിനെങ്കിലും കാണും. அது கூட எனக்கு அந்த போட்டோ போடே നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വേവ് വന്ന് പോകണ്ട, ചാടി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ബോട്ട് അതാ ഡോൾഫിൻ. ഡോൾഫിൻ അല്ലേ? അതാ ഡോൾഫിൻ. എവിടെ ഡോൾഫിൻ? അതാ ഡോൾഫിൻ ആണോ? ആണോ? സോറി, അത് ഡോൾഫിൻ ഇല്ലായിരുന്നു. ചെറിയൊരു കയ്യബദ്ധം. അത് താറാവാണോ? താറാവ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്താ ഡോൾഫിൻ എടുക്കാം. ഡോൾഫിനെ നോക്കിയിട്ട് ഒരു ഡോൾഫിനെ പോലെ ഞാൻ കാണുന്നില്ല കേട്ടോ. കുറച്ച് നേരമായിട്ട് ഇതുവരെ ഞങ്ങൾ ഡോൾഫിനെ കാണുന്നില്ല. വണ്ടി ഇങ്ങനെ തിരിച്ചു ബോട്ട് തിരിക്കുന്നുണ്ട്. കുറേ ബോട്ട് ഡോൾഫിനെ
എവിടെയും ഡോൾഫിനെ കാണാനില്ല. അകത്തെ വെയിൽ എവിടെയെങ്കിലും ഡോൾഫിനെ കാണുന്നുണ്ടോ? നോ രക്ഷ. ഓക്കെ വേറെ അവിടെ ഒരു ഡോൾഫിൻ ഉണ്ടെന്ന് പറയുന്നത്. എവിടെയോ ഡോൾഫിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആർക്കെയും കാണുന്നുണ്ടോ? ഇവിടെ എവിടെയോ ഡോൾഫിൻ ഉണ്ടെന്ന് കാണുന്നില്ല. ഫോൺ എടുത്ത് വീഡിയോ ഇങ്ങനെ വെക്കുമ്പോഴേക്കും ആ ഡോൾഫിൻ അങ്ങ് പോയി. ഡോൾഫിൻ അവിടെ എവിടെയോ ഉണ്ട്. ഫോൺ എടുത്ത് ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് വെക്കുമ്പോഴേക്കും ഡോൾഫിൻ വന്ന് താഴോട്ട് പോയി. കാരണം അല്ലാണ്ട് മറ്റേ ഈ സൗണ്ട് അതാ ഡോൾഫിൻ അവർക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റി. ഒരു ഡോൾഫിൻ നമ്മൾ അങ്ങനെ കണ്ടു. വീഡിയോയിൽ കിട്ടിയെന്ന് ഈ ബോട്ട് വന്ന ബോട്ടെല്ലാം അങ്ങോട്ട് പോയിട്ട് ഡോൾഫിനെ പേടിപ്പിച്ചിട്ട് ഡോൾഫിൻ്റെ പാട്ടിൽ പോയി. ഇവിടെ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചാടിയാൽ മതി. ഇത് കുറച്ച് വലിയ ബോട്ടാട്ടോ. ഫുൾ കൺജസ്റ്റഡ് ബോട്ട് വരുന്നുണ്ട് കാണാൻ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് കുറച്ച് റിസ്കി ബോട്ട് വരുന്നുണ്ട് കാണാൻ. നല്ല ആട്ടമുണ്ട്. എനിക്ക് അറിയുമെന്ന് എനിക്ക് ചോദിക്കാം. കണ്ടോ അവിടെ നിന്ന് കൺജസ്റ്റഡ് ആയ ബോട്ടാണ്. എല്ലാവരും എണീറ്റൊക്കെ നിൽക്കുന്ന ടാസ്ക്. റിസ്കി ആയിട്ട് എല്ലാവരും നിൽക്കുന്നൊക്കെ ചെയ്യുന്നു. കണ്ടോ ഓരോ സ്ഥലത്ത് നിൽക്കുന്നു. കുറച്ച് റിസ്കിയാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് ഡോൾഫിനെ കാണാൻ പറ്റിയെന്ന് തോന്നുന്നു. 2-3 ഡോൾഫിൻ ഉണ്ടായിരുന്നു. അതിന് ഏതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും 2-3 ഡോൾഫിനെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റേ ഹൈ ക്ലാസ് ആയിട്ട് ഡോൾഫിൻ പെട്ടെന്ന് ചാടി പെട്ടെന്ന് നിൽക്കുന്ന ആ പരിപാടിയില്ല. അപ്പോൾ നമ്മുടെ ബോട്ട് റൈഡിൽ നമുക്കൊരു യൂട്യൂബറിനെ കിട്ടിയിട്ടുണ്ട്. ഫ്രം ശ്രീലങ്ക, all the way from Sri Lanka, Ajanthan na peru. So I will introduce him. Then Ajanthan, say hi. Hi. Ende YouTube promote cheyille Ajanthan? Sure. His YouTube channel name is peru parayu Tekku. So YouTube channel ellarum poi subscribe cheyyanam. This is his friend inde peru parne Pratish. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബോട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയ പാർട്ട്നേഴ്സാ. അതിന് ഒരാളും കൂടെ ഉണ്ട്. ഒരു പാർട്ട്ണർ അവിടെ ഒറ്റയ്ക്ക് ഇവർ പോസ്റ്റ് ആക്കിയിരിക്കുന്നുണ്ട്. അങ്കിർക്ക്. സോ യെസ് ഗൈസ്, അതാണ് അഗോഡ ഫോർട്ട്. അല്ല അതാ മേലെ ദിൽചാത്തൊക്കെ അഗോഡ ഫോർട്ടിലെടുത്ത്. ഓക്കെ, ഇതാണ് അഗോഡൻ്റെ ജയിലാണ്. ഇത് മ്യൂസിയം ആക്കി എന്നാണ് ഇവർ പറയുന്നത്. ഏഴ് ഫ്ലോറിൻ്റെ ബംഗ്ലാവാണ്. ഭൂത്നാഥിൻ്റെ ഷൂട്ടിംഗ് നടന്ന ചേർച്ചാണ് ഈ മേലെ കാണുന്നത്. ഇവിടെയാണ് ഭൂത്നാഥിൻ്റെ ഷൂട്ട് നടന്നത്. 80 crore പാലസ് ആണെന്നാണ് പറഞ്ഞത്. 7th ഫ്ലോറുള്ള പാലസ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ അമ്മ എന്താ ഡോൾഫിനെ കണ്ടോ? കണ്ടോ? കുറേ പ്രാവശ്യം. അപ്പം ഞാൻ അപ്പോഴേ ഒരു വീഡിയോ കാണിച്ചത് ചേട്ടനില്ല. ആ ചേട്ടൻ ഓൾറെഡി അല്ല യൂട്യൂബറാണ്, അടിപൊളി. അപ്പോൾ അവർ ശ്രീലങ്കൻ സിറ്റിസൻസ് ആയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ടൈം അടുത്ത ട്രിപ്പ് നമ്മൾ ശ്രീലങ്കയിലാണ് പോകാമെന്ന് പറഞ്ഞാൽ അവർ ഹോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. കുഴപ്പമില്ല, അത്യാവശ്യം 350 കുഴപ്പമില്ല. നമ്മൾ കണ്ടു. ഇവിടെയാണ് നമ്മളിപ്പോൾ എത്തിയത്. നമ്മളിപ്പോൾ അഗോഡ ഫോർട്ടിലാണ്. വെയിലുണ്ടോ? ഒടുക്കത്തെ വെയിലാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ പോകണം. 25 per ഹെഡാണ് ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. ടിക്കറ്റ് മൈ ഡാഡി എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. ഞങ്ങളെ പോവാം. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പോവാം. തിരക്ക് ഞാൻ കാണിച്ചു. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഫുൾ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് ആ ഫ്ലൈറ്റിൽ ബോട്ടിൽ നിന്ന് പോയപ്പോൾ നമ്മളൊരു കണ്ടില്ലേ, ഇതാ ഫോർട്ട്. ഓക്കെ, ഇതേപോലെ കുട എടുക്കുന്ന വളരെ നല്ലൊരു മികച്ച ഒരു തീരുമാനമായിരുന്നു. ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാർ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. പമുചേച്ചി മാത്രമുണ്ട്. ഞങ്ങളുടെ കൈക്ക് ഇങ്ങനെ ടാൻ അടിച്ചങ്ങ് ഇല്ലാണ്ടാവും. നല്ല വെയിലുണ്ട്. ക്യാപ്പ് അല്ലെങ്കിൽ ഒരു കുട.
ഇതാണ് നമ്മുടെ ഫോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ്, ഫോർട്ടിൻ്റെ ഫുൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ വരുന്നത്. കണ്ടോ, ഇതാണ് കണ്ടോ, പണ്ട് ജയിലിൽ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെയാന്ന് തോന്നൂല്ലേ പോയിൻ്റെവ, അവിടെ നിന്ന് ഇങ്ങനെ പോയി ആ മേലെ കാണുന്ന ജയിലാണ്. ആ ടിക്കറ്റ് കയ്യിലില്ലേ, ടിക്കറ്റ് നമ്മളവിടെ കൊടുക്കേണ്ടതാണ്. ഇതാണ് ജയിൽ. കണ്ടോ ജയിലിൽ താഴെ നോക്കിയേ, ഇതാ അടി കൂടെയൊക്കെ പോകാണ്ടൊക്കെ കണ്ടോ. നമ്മൾ പണ്ട് സിനിമയിൽ കണ്ട മറ്റേ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ജയിലപ്പോൾ എവിടെയാണ് ജയിലിൽ കിടത്തുന്നത്, ഇവരെ ജയിലിൽ എവിടെ ഇറക്കിയിടുന്നത്, ഇതിലെവിടെയാണ് ജയിലിടുക? പള്ളിയോ ഇതോ? പള്ളിയൊന്നല്ല, ലൈറ്റ് ഹൗസോ? എവിടെ? ആ റീൽ എടുക്കുന്നുണ്ടോ ആൾക്കാർ? റീൽ എടുക്കുന്ന ആൾക്കാർ. ആ ഇതിൽ ജയിൽ ഇപ്പം എവിടെ ഇട്ട്? ഈ താഴത്തെ കാണുന്നെന്ന് തോന്നുന്നു നമ്മുടെ ജയില്. ആൾക്കാർക്ക് വെയിലൊക്കെ ഇല്ലടാ, അതാ കാണുന്നു ജയില്, അതിൻ്റെ ഉള്ളിൽ ജയില്. ആ ഇതാ ജയില്, അവിടെ ജയിലുണ്ട്. ആ അതാ കണ്ടോ, ഇതൊക്കെയാ ജയില്. ആ കാണുന്നൊക്കെയാ ജയില് കേട്ടോ. അവിടെ നല്ല വ്യൂ കേട്ടോ, നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ കുറേ സ്ഥലത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റീൽസ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വെയിലിന് ഒരു കുറവുമില്ല, വെയിൽ ആസ് യൂഷ്വൽ വെയിലുണ്ട്. പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടിൽ നമ്മൾ വെയിൽ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കാര്യമില്ല, അത് വേറെ കാര്യം. അത്യാവശ്യം നല്ല കാറ്റുള്ള സ്ഥലം. ഇതാണ് എൻ്റെ കീ പ്ലാൻ ഓഫ് അപ്പർ ഫോർട്ട് അഗോഡ. ഓക്കെ, നമ്മൾ ഈ കണ്ടത് ആക്ച്വലി നമ്മൾ ഈ കണ്ടതില്ലേ ജയിലല്ല, അത് വാട്ടർ റിസർവയറാണ്. വാട്ടർ റിസർവയറാണ് കേട്ടോ അത്. സ്മോൾ വിൻഡോസ് ഉണ്ട് ഇതിന്. സ്റ്റോറേജ് ചേമ്പർ ആയിരുന്നു. 23,76,000 ഗാലോൺസ് ഇതിൽ വെള്ളം നിറച്ച് വെക്കാനുള്ള സ്ഥലമാണിത്. ഓക്കെ ഫ്രണ്ട്സ്, ഒടുക്കത്തെ വെയിലായിരുന്നു. നമ്മളിപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകണേ. ഇതാണ് അതിൻ്റെ ഉൾവശം. ഇതാണ് ശരിക്കത്തെ അതിൻ്റെ ഉൾവശം. ലോവർ അഗോഡ ഫോർട്ട് കണ്ടോളെ പോവാം. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു, ഫുൾ വെള്ളം കണ്ടോ, വെള്ളത്തിന് നടുവിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. ചേപ്പൽ ചാപ്പൽ ഗൈസ്. ഇതാ ബെസിലിക്ക ഓഫ് ബോം ഈസ് ഓൾ ഗോവയുടെ ആഫ്റ്റർ ബിഫോർ ഇങ്ങനെ ഓൾ ഗോവ ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെ. നമ്മളിപ്പോൾ പോയത് ആക്ച്വലി ഫോർട്ടാണ്. അവിടെ ജയിലുണ്ടായിരുന്നില്ല എന്നാണ് സംശയിച്ച് പറയുന്നത്. ജയിൽ വേറെ സ്ഥലമാണ്, ഇത് ഫോർട്ട് മാത്രം. യെസ്, അങ്ങനെ അവസാനം നമ്മൾ തിരിച്ച് പിന്നെയും വന്നു, കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ലോവർ ഫോർട്ട് അഗോഡ. ഇത് ആക്ച്വലി പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു, അതിപ്പോൾ ഇവർ റെഡിയാക്കി എന്നാണ് പറഞ്ഞത്. ഇതാണ് ലോവർ ഫോർട്ട് അഗോഡ. ഇത് സിക്കൂരിയം ബീച്ചിലെ സിക്കൂരിയം ബീച്ച്. വേണോ? ഓക്കെ ബാ നടന്നു. അവിടെ ഇവിടെ എല്ലാവരും ഈ ബ്രൈഡിങ് ചെയ്ത് കൊടുക്കും. ബ്രൈഡിങ് ചെയ്ത് കൊടുക്കുന്നത് ഇവർ 180 പറയുന്നത്. 180 അല്ല, 50 സിമ്പിളായിട്ട് കിട്ടും. ഗോവയിൽ വന്നിട്ട് എല്ലാവർക്കും കുറച്ച് അറിയേണ്ട കാര്യം, ഹിന്ദി എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്ക് ബേസിക് ആയിട്ട് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. ഈ പ്ലാൻ നമ്മളിങ്ങനെ വന്നു, ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബാസ്റ്റിയോൺ, പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ ബ്രിഡ്ജ്, ഇവിടെ എന്താ സാന്റാ ക്രൂസിൻ്റെ ഷോപ്പ് കഴിഞ്ഞു. ഇതാണ് സംഭവം. ഇത് ആക്ച്വലി കുറേ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇവർ പിന്നെ ഉണ്ടാക്കിയെടുത്താന്നാണ് പറഞ്ഞത്.
കാണുന്നതെല്ലാം താജാട്ടോ. നമ്മുടെ താജ് റിസോർട്ട്സിൻ്റെ ഫുൾ ഏരിയ, ഈ ഗ്രീൻ തൊട്ടത് ഫുൾ കവർ ചെയ്യുന്നത് മൊത്തം അവരിൻ്റെയാണ്. ഒരു ദിവസം നമുക്ക് ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യണം. ഈ സ്ഥലം ആക്ച്വലി വാട്ടർ സ്റ്റോറേജിനുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. നമ്മൾ മറ്റേ കുറേ സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഒരു സ്ഥലങ്ങളാണ്. ഫുൾ വാട്ടർ സ്റ്റോറേജിന് അവർ ഇതിൻ്റെ അടുത്തായിട്ട് ഇത് കീപ്പ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. സത്യം ഭയങ്കര ഫുൾ വെള്ളം തന്നെ കേട്ടോ, നീല കളറിൽ ഫുൾ. ഇത് ആക്ച്വലി ഞാൻ ഇത് വാട്ടർ സ്റ്റോറേജ് ആണ് ആക്ച്വലി. എവിടെ നോക്കിയാലും കടല. താജിൻ്റെ ഫുൾ വ്യൂ ആണ് കേട്ടോ. ഒന്ന് പരന്ന് കിടക്കും. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ആ എൻ്റെ എന്തോ പരന്ന് കിടക്കുന്ന കടൽ. ഇനി മ്യൂസിയം ഉണ്ട് ആക്ച്വലി. ആ ഗോൾഡൻ്റെ തന്നെ മ്യൂസിയം, ആ ജയിലുള്ളത് മ്യൂസിയം ആക്കി മാറ്റിയതാണ്. അതിന് 200 per person ആണുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഇത് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. കണ്ടത് ഇങ്ങനെ സൈഡിൽ ഫുൾ നടന്നിട്ടതാ. പിന്നെ ആ എൻ്റെ വരെ പോകാനുണ്ട്. ഇത് ഫുൾ താജ് കേട്ടോ. ഇവിടെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം മറ്റേ കുൽപ്രീത്തിൻ്റെ ഡേഞ്ചർ പോയിന്റ് കണ്ടോ. അങ്ങനെ അപ്പുറത്തൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ അവർ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ക്രൈസ്റ്റ് കിട്ടും. ലൈക്ക് കുറച്ച് റിസ്കിയാ കണ്ടോ. ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുണ്ട് കണ്ടോ. സ്ഥലത്ത് അതിൽ നോക്കിയേ ജിന്നിന്റെ വില നോക്കൂ നിങ്ങൾ. 2,30,400 ബ്ലൂ റിബൺ 1,20,000. ഹണീബി എല്ലാം ഉണ്ട് ഗൈസ്. അമ്മ എന്താ ഓർഡർ ചെയ്തത്? ഓക്കെ, ഇതാണ് കേർഡ് റൈസ്. നല്ല പ്രസൻറ്റേഷൻ ആട്ടോ. ഇത് നല്ല ബട്ടർ ചിക്കൻ വന്നിട്ടുണ്ട്. ഇതെന്താ? ബട്ടർ നാൻ അല്ല, ഇത് തന്തൂരി റൊട്ടി. ഇത് ഗാർലിക് ബട്ടർ നന്നുണ്ടോ? അമ്മൻ്റെ കേർഡ് റൈസ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? പപ്പടം സൂപ്പറാ. നല്ല തണുപ്പിൽ നല്ല സുഖമുണ്ടോ കഴിക്കാൻ. ഇതുണ്ടോ ബട്ടർ ഗാർലിക്കൊക്കെ കണ്ടോ. അങ്ങനെ മാരും ഇതിലുണ്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ടറും കുറേ ഇല്ലേ. ഭയങ്കരമായി വേർത്ത് പോയി. പക്ഷേ ഹൈലി റെക്കമെൻഡഡ്. കാവ്യ ബാർ ആൻഡ് റെസ്റ്റോ. നല്ല ടേസ്റ്റ് പ്ലേസ്. ഹൈലി റെക്കമെൻഡഡ് അല്ലേ? അടിപൊളി, നല്ല ഫുഡ് കേട്ടോ. നമ്മളെത്തിയത് കണ്ടോളിം ബീച്ചിലാണ്. ദിസ് ഈസ് കണ്ടോളിം. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കാണാൻ. ഇതാണ് കണ്ടോളിം ബീച്ച്. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ഉണ്ട്, കുറേ ഉണ്ട് അങ്ങനത്തെ. ഇവിടെ കുറേ മറ്റേ സ്പോർട്സ് ഉണ്ട്, ഷാക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഉച്ചയിലെ ബീച്ചിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഗോവയിലെ. ഫുൾ എനിക്കൊന്ന് ഇതിലിരിക്കാൻ വേണ്ടി പൈസ വേണം തോന്നുന്നു. പിന്നെ കുറേ ഷാക്ക് ഉണ്ട്. बीच कफे सीजन में तो और कौन सा दारू भी नहीं पीते, बस वही पीते എന്തൊക്കെ ഉറാക്കിലിടുക? ഉറാക്കിൽ നമ്മൾ പച്ച മാങ്ങ ഇടും, മുളകിടും, ഉപ്പിടും, പിന്നെ ചെറുനാരങ്ങ ഇടും. पानी जैसा दिखता है पूरा वो വെള്ളം തല അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നോടെ आपका सिर ऐसा रहेगा बट आपका ब्रेन ऐसा ऐसा हिलता रहेगा, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. बस मजा आ जाता है पूरा, मजा आएगा. वो कहाँ मिलेगा? वो लोकल बार में मिलेगा, ऐसा रेस्टोरेंट में ऐसा नहीं मिलेगा, लोकल बार में मिलेगा. ഇതാണ് നമ്മുടെ യഷിന്റെ വൈഫിന്റെ റെസ്റ്റോറൻറ്റ്, ഫാറ്റ് ഫിഷ്. നല്ല സെറ്റപ്പ് ആണ് കേട്ടോ കാണാൻ. ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റ് ബാർ. ഭയങ്കര വലുതാട്ടോ. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, നമ്മൾ ബാഗ് എത്തി. നമ്മളിപ്പോ ബാഗ ബീച്ച്. ഇവിടെ ഭയങ്കര വെയിലാട്ടോ. രാത്രി നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. ഇവിടെ മറ്റേ ചെയറൊക്കെ ഉണ്ട്, മറ്റേ
നിങ്ങൾക്ക് 200 rupees കൊടുത്ത ചെയർ കിട്ടുന്ന സംഭവം ഉണ്ടാവും. ഇതാണ് ഫേമസ് ബാഗാബി. കുറേ കഫീസ് ഉണ്ട്, അവിടെ കുറേ ഷാഗ് കഫീസ്. ഇതാണ് കല്യാണ ആൽബം. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, അയാൾ ഇവിടെ കല്യാണത്തിന് ആൽബം എടുക്കുന്ന പോലെ നമുക്ക് ഫോട്ടോ എടുത്തോണ്ടേ ഇരിക്കും. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര തിരക്കാട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടൊന്ന്. സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തിരക്കാണ്. ഇവിടെ ഹൈറ്റ് ഉണ്ട്, ആ ഭാഗത്ത് ഹൈറ്റ് ഇല്ലാത്ത ഇത് ലിറ്ററലി കണ്ടോ, നമ്മൾ ഉള്ളിലാട്ടോ കയറി, അതിൻ്റെ ഉള്ളിൽ കയറിയതാ. എന്താ അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കും, എല്ലാവർക്കും നല്ലതാണ്. എന്തെങ്കിലും ചോദിച്ചാൽ ലൈം ജ്യൂസ് ആൻഡ് ആ ബ്രൗണി ഐസ്ക്രീം ഒന്ന് കാണിച്ചു തരും. ദിസ് ഇസ് ദ ബ്രൗണി വിത്ത് ഐസ്ക്രീം ആൻഡ് ലൈം ജ്യൂസ്. 1 2 3 സ്റ്റാർ. ഓക്കെ, സോ നമ്മൾ ബാഗാബീസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:10 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 6:30 6:20 ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വരും. ആദ്യം ചേട്ടൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ 11 മണിക്ക് കേട്ടോ. ഇന്നൊരു ദിവസം നമ്മൾ ആ ചേട്ടനെ ഫുൾ നമ്മൾ ഒരു ക്യാഷ് കൊടുക്കും. ഓൾമോസ്റ്റ് നമ്മൾ 2400 കൊടുക്കുന്നുണ്ട് ചേട്ടൻ. 1000 കൊണ്ട് കാണിച്ചു കാണിച്ചില്ല, നമ്മളൊരു 6:20 ആകുമ്പോൾ ചേട്ടൻ പിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഡ്രോപ്പ് ചെയ്യും. സോ അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നൈറ്റ് ലൈഫ് വേണമെങ്കിൽ നമുക്ക് വേറെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ആൻഡ് നാളെ നമ്മൾ മൊത്തം പോകുന്നത് സൗത്ത് സൈഡ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ സൺസെറ്റ് ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ട് നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിൽ പോകും. അതാണ് ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് നൈറ്റ് ലൈഫ് നമുക്ക് പറ്റുകയാണെങ്കിൽ നൈറ്റ് ലൈഫ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ യെസ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. ഡിന്നറിന് എന്താ ഉള്ളത് കാണിച്ചു തരാം ഞാൻ. ഇവിടുത്തെ ഫേമസ് ചിക്കൻ ചക്കുത്തി ആൻഡ് ഇതും ഇവിടെ നമ്മൾ ട്രൈ ചെയ്യണം പറഞ്ഞായിരുന്നു. റോസ് ഓംലെറ്റ്. ഇവിടെ ഇവർ കഴിക്കുന്ന നല്ല പൊറോട്ടയും പനീർ എന്താ പൂരിയും ബാജിയും. ആൻഡ് ദിസ് ഇസ് ഒനിയൻ ഊത്തപ്പം വിത്ത് ചട്നി ആൻഡ് സാമ്പാർ.